കുവൈത്തിൽ ഇന്ന് 161 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ തന്നെ 104 ഇന്ത്യക്കാരാണുള്ളത്. വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു സംഖ്യ തന്നെയാണ് ഇത്. ഇതോടുകൂടി രാജ്യത്ത് കോവിഡ് ബാധിതരായിട്ടുള്ളവരുടെ എണ്ണം 1154 ആദ്യമായിട്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ വർധനവുണ്ടായത്. ഇന്ത്യക്കാരുടെ എണ്ണത്തിലും മൊത്തം രോഗികളുടെ എണ്ണത്തിലും ആദ്യമായിട്ടാണ് ഇത്രയും വർധനവ് ഉണ്ടാകുന്നത്. എന്തായാലും കുവൈത്തിലെ മറ്റുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷിം വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ദിവസേന പ്രവാസികൾക്കിടയിൽ, പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്കിടയിൽ കോവിഡിൻ്റെ വ്യാപനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേബർ ക്യാമ്പുകളിൽ നിന്നും അതുപോലെ തന്നെ വർക്ക് സൈറ്റുകളിൽ നിന്നും ഒക്കെ അവിടെ നിന്നുമുള്ള ഒരു വൈറസ് ബാധയാണ് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലേബർ ക്യാമ്പുകളിൽ പല സ്ഥലത്തിലുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു ഇടമാണ് ലേബർ ക്യാമ്പുകളും. അതുപോലെ തന്നെ വർക്ക് സൈറ്റുകളും വിഭിന്നമല്ല, പല കമ്പനികളുടെ തൊഴിലാളികൾ ഇടകലർന്ന് ജോലി ചെയ്യുന്ന ഇടങ്ങളാണ് വർക്ക് സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഒരുപാട് കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഹോസ്പിറ്റലുകൾ, അദാൻ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ലേബർ ക്യാമ്പുകളിൽ നിന്നും അതുപോലെ തന്നെ വർക്ക് സൈറ്റിൽ നമുക്ക് എംപ്ലോയീസ് 20-25 എംപ്ലോയീസൊക്കെയാണ് ഓരോ രോഗലക്ഷണങ്ങളുമായിട്ട് ചെല്ലുന്നത്. പക്ഷേ എല്ലാവർക്കും കൊറോണ എന്നല്ല, പക്ഷേ ഈ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ആ കൂട്ടത്തിലുണ്ട്. എന്നാലും കൂടുതൽ കൊറോണ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട 1-2 വാർത്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ പ്രവാസികളോട് കാണിക്കുന്ന വഞ്ചനയെ പറ്റിയിട്ടാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഇവിടുത്തെ ഇത്രയും ഒരു അവസ്ഥയിൽ ജോലിയില്ലാതിരിക്കുന്ന ആളുകൾ, കടകൾ അടച്ചിട്ട് ജോലിയില്ലാത്ത ആളുകൾ, ടാക്സി തൊഴിലാളികൾ, ഒരുപാട് പേർക്ക് വാടക കൊടുക്കാനും ഒരു നേരത്തെ ആഹാരം കഴിക്കാനുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ ഒരു അവസരത്തിൽ കേന്ദ്ര സർക്കാർ പ്രവാസികൾക്കെതിരെ കണ്ണടച്ചിരിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തികൾ വളരെയധികം നിരാശാജനകമാണ് എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ കുവൈത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിലവിൽ. വയസ്സായിട്ടുള്ള, പ്രായമായിട്ടുള്ള ആളുകൾ, എമർജൻസി ആവശ്യങ്ങൾക്ക് വന്ന ആളുകൾ, പലതരം അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ, പല ആളുകളും പറയുന്നത് അവരുടെ അത്യാവശ്യം മെഡിസിനുകളും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറേ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്ത ആളുകളല്ല, അല്ലാതെ തന്നെ പലതരം ആളുകൾ ഇവിടെ പലവിധ കേസുകളിൽ തന്നെ ഇവിടെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോൾ അവർ വെയിലത്ത് ക്യൂ നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്ക്ഡൗണിലായിട്ടുള്ള മെഹബുള്ള, അതുപോലെ തന്നെ ജലീബൽ ഷുയൂഖിലെ പ്രദേശങ്ങളിലെ ഒരുപാട് താമസക്കാർ ഗ്യാസിനും അരിക്കും വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചകളും അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതൊന്നും കണ്ടിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളത് വളരെയധികം നിരാശാജനകമാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ്, മെയ് അവസാനം വരെ ഇന്ത്യയിലേക്ക് ആരും വരേണ്ടതില്ല, അതല്ലെങ്കിൽ ഫ്ലൈറ്റ് സർവീസുകളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള ചെറിയ സൂചനകളാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കുവൈത്ത് മന്ത്രിസഭ വിദേശികൾക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് അയച്ച് സർവീസിനുള്ള അനുമതി നൽകിയത്. അതിനുള്ള ബുക്കിംഗ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് നാൾ വരുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്ന ആളുകൾക്ക് ഏത് രീതിയിൽ അവർ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഒരു ധാരണയായിട്ടില്ല. ഷെൽട്ടറുകളിൽ ദിവസങ്ങളോളം കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത്. എന്തായാലും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അടിയന്തരമായി ഈ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കും വൃദ്ധരും രോഗികളുമായിട്ടുള്ള ആളുകളെയൊക്കെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്നും അടിയന്തരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം, കുവൈത്തിൽ ഒരുപാട് പേര് വിസിറ്റിംഗ് വിസയിലേക്ക് വന്നിട്ട് വിസ കാലാവധി കഴിഞ്ഞ് കുവൈത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾ വിസ റിന്യൂ ചെയ്യാനോ എക്സ്റ്റെൻഡ് ചെയ്യാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഭീമമായ സംഖ്യയാണ് ഫൈനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആളുകൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനോ റിന്യൂ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷനുകൾ ഉണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് ഫാമിലി വിസ റിന്യൂ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ നിലവിൽ വന്നത്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ വിസിറ്റിംഗ് വിസയിൽ വന്ന ആളുകൾക്ക് അതുപോലെ ഏതെങ്കിലും രീതിയിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള യാതൊരു തീരുമാനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഫൈൻ ഒഴിവാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തെ പറ്റിയിട്ട് ഒഫീഷ്യലായിട്ടുള്ള ഒരു തീരുമാനം വരാതെ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല.
എന്തായാലും നമുക്ക് അനുമാനിക്കാം നാട്ടിലേക്ക് ഏതെങ്കിലും സമയത്ത് ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഫൈനൊക്കെ നമുക്ക് ഒഴിവാക്കി തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്തരമൊരു അവസ്ഥയിൽ ഭീമമായ സംഖ്യ ഫൈൻ അടച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു ചുറ്റുപാടല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് നമുക്ക് ഈ ഒരു ഫൈൻ, ഈ വിസിറ്റിംഗ് വിസയിൽ വന്ന ആളുകൾക്കുള്ള ഈ ഫൈൻ എന്തായാലും ഒഴിവാക്കി തരും. നിങ്ങൾക്കിപ്പോൾ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഫൈൻ കാണാൻ സാധിക്കും. എന്നാലും നാട്ടിൽ പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഫൈൻ എല്ലാം ഒഴിവാക്കി കിട്ടും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു ഒഫീഷ്യലി ഒരു തീരുമാനമോ ഒരു പ്രഖ്യാപനമോ ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്ക്ഡൗണിലായ മെഹബുള്ള ജലീൽ പ്രദേശങ്ങൾക്ക് പുറമെ കുവൈത്തിൽ പൂർണ്ണ തോതിൽ 24 മണിക്കൂർ കർഫ്യൂ ഏർപ്പെടുത്തുന്നതിനായിട്ടുള്ള മന്ത്രിസഭ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിനുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ അടിയന്തരമായിട്ടുള്ള ഒരു കർഫ്യൂ 24 മണിക്കൂർ കർഫ്യൂ ഏർപ്പെടുത്തിയാലുണ്ടാകുന്ന ആരോഗ്യം, അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റു നടപടികൾ, ഫുഡ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഏത് രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ ഇപ്പോൾ മന്ത്രിസഭ രൂപം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.